പ്രിയമുള്ളവരെ, ഞാൻ സജീവ് ദേവത്ത്. ഈ വർഷത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്മിഷൻ പ്രൊസീജിയർ, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോകാൻ കഴിയുന്ന മെഡിക്കൽ അനുബന്ധ, അതായത് മെഡിക്കലിനെ സഹായിക്കുന്ന പാരാമെഡിക്കൽ മേഖലയിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രോസ്പെക്ടസ് ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് LBS. അതിൽ പ്രധാനപ്പെട്ട ഡിഗ്രി കോഴ്സുകൾക്കാണ് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നത്. ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ്, BSc നഴ്സിംഗ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, വളരെ പ്രധാനപ്പെട്ടത്. BSc നഴ്സിംഗ് ഏറ്റവും കൂടുതൽ തൊഴിലവസരമുള്ള കോഴ്സും BSc നഴ്സിംഗ് തന്നെയാണ്. അതുപോലെ ബാച്ചിലർ ഓഫ് സയൻസ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, BSc MLTയിൽ പെർഫ്യൂഷൻ ടെക്നോളജി, BSc പെർഫ്യൂഷൻ ടെക്നോളജി എന്ന് പറയും. അതുപോലെ മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, BSc MRT എന്ന് പറയും. ഒപ്റ്റോമെട്രി, BSc ഒപ്റ്റോമെട്രി എന്ന് പറയും. അതുപോലെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി BPT, ബാച്ചിലർ ഇൻ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി BASLP, ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജി BCVT, ബാച്ചിലർ ഓഫ് ഡയാലിസിസ് ടെക്നോളജി BSc DT, ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പി BOT. ഇത്രയും കോഴ്സുകൾക്കാണ് ഇപ്പോൾ LBS അപേക്ഷ വിളിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നൊഴികെ, അതായത് നമ്മുടെ BASLP ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റുകൾക്കും ബയോളജി നിർബന്ധമാണ്. BSLPക്കാണെങ്കിൽ ബയോളജിക്ക് പകരം നിങ്ങൾ ഇലക്ട്രോണിക്സ്, സൈക്കോളജി, കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ പഠിച്ച കുട്ടികൾക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും. അതേപോലെ 3 പുതിയ കോഴ്സുകൾക്കുള്ള അലോട്ട്മെൻറ്റ് സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജുകളിൽ ആരംഭിക്കുന്ന 3 കോഴ്സുകൾ അത് ഗവൺമെൻറ്റെയും KUHSൻ്റെയും അംഗീകാരത്തോടുകൂടി തന്നെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അത് ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, അങ്ങനെയും പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ മുഴുവൻ കോഴ്സുകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മെഡിക്കൽ കോളേജുകളിലും മറ്റ് പ്രൈവറ്റ് കോളേജുകളിലും ഒക്കെയുള്ള ഈ കോഴ്സുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ www.lbscentre.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലിസ്റ്റ് മൊത്തം ലഭിക്കുന്നതായിരിക്കും. അതിൽ ഗവൺമെൻറ് സീറ്റ്, അതുപോലെ പ്രൈവറ്റ് സീറ്റ്, ഗവൺമെൻറ് സീറ്റ് എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് സീറ്റ് എന്ന് പറയുന്നത് അതെല്ലാ ഗവൺമെൻറ് കോളേജുകളിലും ലഭ്യമാണ്. അതുപോലെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും അവിടെ 50% സീറ്റുകൾ ഗവൺമെൻറ് സീറ്റാണ്. ബാക്കി പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സീറ്റുകളാണ്. ആ സീറ്റുകളിലേക്ക് നിങ്ങൾ ആ മാനേജ്മെൻറ്റ് വഴി തന്നെ അപേക്ഷിക്കണം. ഇപ്പോൾ LBS വിളിച്ചിരിക്കുന്നത് മുഴുവൻ ഗവൺമെൻറ് സീറ്റുകളിലേക്കുള്ള അഡ്മിഷനാണെന്ന് ഓർമ്മിക്കുക. ഈ കോഴ്സുകളുടെ ഒക്കെ ഡ്യൂറേഷൻ 4 വർഷമാണ്. 4 വർഷത്തെ BSc കോഴ്സാണിത്. അതിൽ BSc നഴ്സിംഗ് ആണെങ്കിൽ 12 മാസം, അതായത് 1 വർഷത്തെ കമ്പൽസറി നഴ്സിംഗ് സർവീസ്, റൊട്ടേറ്റിംഗ് ഇൻറ്റേൺഷിപ്പ് ഉണ്ടാകും. അതേപോലെ BPTക്ക് 6 മാസത്തെ കമ്പൽസറി ഇൻറ്റേൺഷിപ്പ് ഉണ്ടാകും. അതുപോലെ ബാച്ചിലർ ഓഫ് ഒക്കുപേഷണൽ തെറാപ്പിക്കും 6 മാസം ഇൻറ്റേൺഷിപ്പ് ഉണ്ടാകും. നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ കോഴ്സുകളിലേക്കും ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. lbscentre.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ടാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്. സിംഗിൾ ആപ്ലിക്കേഷനാണ്. ഇതെല്ലാ വിഷയങ്ങൾക്കും, എല്ലാ സബ്ജക്റ്റുകൾക്കും, എല്ലാ കോഴ്സുകൾക്കും സിംഗിൾ ആപ്ലിക്കേഷനാണ് നമ്മൾ അയക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്, അപ്ലിക്കേഷൻ ഫീ ജനറൽ കാൻഡിഡേറ്റ്സിന് 600 രൂപയും SC/ST കാൻഡിഡേറ്റ്സിന് 300 രൂപയും സർവീസ് കാൻഡിഡേറ്റ്സിന് 600 രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ. സൈറ്റിൽ നിങ്ങൾക്ക് വേരിയസ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ അവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീംസ് 2021 അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷനിലേക്ക് പോകേണ്ടത്. അവിടെ ന്യൂ കാൻഡിഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആ ന്യൂ കാൻഡിഡേറ്റിലാണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, കാൻഡിഡേറ്റ്സിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് മുഴുവൻ അവിടെയാണ് നൽകേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫീ പേയ്മെൻ്റ് ആണ്. ഈ ഫീ പേയ്മെൻറ്റിൽ ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ചലാൻ പേയ്മെൻറ്റ് രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫീ പേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് അങ്ങനെയൊക്കെ ആ വഴി നിങ്ങൾ ഫീ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആണെങ്കിൽ അവിടെ ഒരു മെസ്സേജ് വരും, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഒരു
മെസ്സേജ് വരും. ആ പേജിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട അപ്ലിക്കേഷൻ നമ്പർ, ട്രാൻസാക്ഷൻ ID, ചലാൻ നമ്പർ, ഡേറ്റ് ആൻഡ് എമൗണ്ട് അതൊക്കെ അവിടെ വരുന്നതായിരിക്കും. അത് തീർച്ചയായിട്ടും നമ്മൾ എഴുതിയെടുത്ത് സൂക്ഷിക്കേണ്ടതാണ്, മറന്നുപോകാൻ പാടില്ല. ഇൻ കേസ് അവിടെ ട്രാൻസാക്ഷൻ അൺസക്സസ്ഫുൾ എന്നാണ് വന്നാൽ അത് മറ്റെന്തെങ്കിലും ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം കൊണ്ടായിരിക്കും. വീണ്ടും ട്രൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ബാങ്ക് വഴിയാണ്, ചലാൻ വഴിയാണ് ഫീസ് അടക്കുന്നതെങ്കിൽ പേയ്മെൻറ്റ് ബൈ ചലാൻ അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ചലാൻ്റെ ഒരു 3 പാർട്ടുള്ള കാൻഡിഡേറ്റ് കോപ്പി, ഓഫീസ് കോപ്പി, ബാങ്ക് കോപ്പി അത് സ്ക്രീനിൽ അപ്പിയർ ചെയ്യും. അപ്പോൾ അത് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നമ്മൾ അത് ഏത് ബാങ്കാണോ പറഞ്ഞിരിക്കുന്നത് ആ ബാങ്കിൽ അടച്ചതിന് ശേഷം വീണ്ടും വന്ന് ലോഗിൻ ഫീ റെമിറ്റഡ് കാൻഡിഡേറ്റ് ബട്ടൺ ഉണ്ട്, അവിടെ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ വിവരങ്ങൾ അതിൽ ചേർക്കണം. ഇവിടെ ചേർക്കേണ്ടത് അപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് റെമിറ്റൻസ്, ബ്രാഞ്ച് ഏത് ബ്രാഞ്ചാണ്, അതുപോലെ ചലാൻ നമ്പർ അതൊക്കെ അവിടെ ആ ഫീ റെമിറ്റൻസിൻ്റെ കോളത്തിൽ ചേർക്കാൻ മറക്കരുത്. ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ സ്റ്റെപ്പ് അപ്ലിക്കേഷൻ എൻട്രിയാണ്. രജിസ്ട്രേഷൻ ID, അതുപോലെ നമുക്കൊരു പാസ്വേഡ് നമുക്ക് ലഭിക്കുന്ന, അതൊന്ന് വളരെ നന്നായി കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കാൻ മറന്നുപോകാൻ പാടില്ല. അവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, റീസൺ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് എന്നാണ് പറയുന്നത്. അതുപോലെ കാൻഡിഡേറ്റ്സിൻ്റെ സിഗ്നേച്ചർ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. JPEG ഫോർമാറ്റിൽ ആണ് ആ സ്പെസിഫിക്കേഷൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യണം. പിന്നീട് 4ാമത്തെ സ്റ്റെപ്പാണ് ഫൈനൽ കൺഫർമേഷൻ ആൻഡ് പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പ്. ആ 3 സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ കാൻഡിഡേറ്റിന് അതിൻ്റെ പ്രിവ്യൂ ഓഫ് ദ ആപ്ലിക്കേഷൻ കാണാൻ കഴിയും. അവിടെ കൺഫർമേഷൻ, സബ്മിഷനൊക്കെ ഓപ്ഷനുണ്ട്. അത് വളരെ നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം സബ്മിറ്റ് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ടത് ഈ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ ഓഫീസിലേക്കോ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ടതില്ല. അതായത് ഈ നമ്മൾ ലഭിക്കുന്ന നമ്മുടെ സബ്മിറ്റ് ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടോ മറ്റ് ഡോക്യുമെൻറ്റ്സോ ഒന്നും LBS സെൻറ്ററിലേക്ക് പോസ്റ്റ് വഴിയോ ഇമെയിൽ വഴിയോ അയക്കേണ്ട ആവശ്യം ഇല്ല. പക്ഷേ നമ്മൾ ഈ ഫൈനൽ കൺഫർമേഷൻ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടും. അത് വേണമെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം, പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കാം. അവിടെ അക്നോളജ്മെൻറ്റ് റെഫറൻസ് നമ്പർ, ഡേറ്റും അതിലുണ്ടാവും. അല്ലെങ്കിൽ എഴുതി വെച്ചാലും മതി, അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റുകൾ ഇതൊക്കെയാണ്. സ്കാൻഡ് കോപ്പി ഓഫ് ദ റിലവൻറ്റ് പേജ് ഓഫ് SSLC ഓർ ഇക്വിവലൻറ്റ് സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് സ്കാൻ കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് നാറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണത്. അതിന് നമുക്ക് മൂന്നാമത്തത് സ്കാൻഡ് കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ് ഓർ ക്വാളിഫയിങ് എക്സാമിനേഷൻ. നാലാമത്തത് സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് എനി ക്ലെയിം ഫോർ സ്പെഷ്യൽ റിസർവേഷൻ അല്ലെങ്കിൽ ഫീ കൺസെഷന് ആവശ്യമുള്ള കുട്ടികൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കണം. അഞ്ചാമത്തത് സ്കാൻഡ് കോപ്പി ഓഫ് ഇൻകം സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ്. അത് ഇതിൽ പ്രോസ്പെക്ടസ് പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള ആളുകൾ ഇൻകം സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ആളുകൾക്ക് അത് കൊടുക്കാം. പിന്നീട് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ, ഓഫീസിൽ നിന്ന് വാങ്ങിയ SC/ST കുട്ടികൾക്കാണത്. തഹസിൽദാർ ഓഫീസിൽ നിന്ന് വാങ്ങിയ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. ഏഴാമത്തത് സ്കാൻഡ് കോപ്പി ഓഫ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ്. സ്റ്റേറ്റ് ഗവൺമെൻറ് എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് ഫോമാറ്റ് ഇതിൽ തന്നിട്ടുണ്ട്. അത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത്. പ്രത്യേകിച്ച് SC, BC, OEC കാൻഡിഡേറ്റ്സിനാണ് നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസുകളിൽ നിന്ന് വാങ്ങേണ്ടത്. പിന്നീട് എട്ടാമത്തത് സ്കാൻഡ് കോപ്പി ഓഫ് ഇൻ്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ്. അത് ആവശ്യമുള്ള ആളുകൾക്ക് മാത്രമാണ്, തഹസിൽദാരുടെ കയ്യിൽ നിന്നാണത് വാങ്ങേണ്ടത്. ഒൻപതാമത്തത് സ്കാൻഡ് കോപ്പി ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻഡ് നോട്ട് ഏർലിയർ ദാൻ 3 months prior to the date of notification of application form എന്ന് പറയുന്നുണ്ട്. ഡിസ്ട്രിക്റ്റ് മെഡിക്കൽ ബോർഡ്, അത് പേഴ്സൺ വിത്ത് ഡിസാബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ പല കുട്ടികളും ഈ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാകും. അതിനെ കാലാവധി പ്രത്യേകിച്ച് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ 1 വർഷം വരെയാണ് വാലിഡിറ്റി ഉള്ളത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് 3 മാസമാണ്. ഇൻകം സർട്ടിഫിക്കറ്റ് 1 വർഷം. പിന്നീട് അടുത്ത ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് LBS
അവർ അക്സെപ്റ്റഡ് ഡാറ്റ ഇനീഷ്യൽ സ്ക്രീനിങ്ങിന് ശേഷം പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ നമ്മുടെ സൈറ്റിൽ നമ്മുടെ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡെക്സ് മാർക്കും ഒക്കെ ഇൻഡെക്സ് മാർക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. നോർമലൈസേഷന് ശേഷമുള്ള മാർക്ക് നമ്മൾ lbscenter.kerala.gov.in എന്നുള്ള ഒരു വെബ്സൈറ്റിൽ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതിനുശേഷമാണ് 3 ടൈപ്പ് പ്രിപ്പറേഷൻ ഓഫ് റാങ്ക് ലിസ്റ്റ്, 3 ടൈപ്പ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും എന്ന് മറന്നുപോകാൻ പാടില്ല. ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ് BSc നഴ്സിംഗ്, BSc MLT ആൻഡ് BSc ഒപ്റ്റോമെട്രി. ഈ റാങ്ക് ലിസ്റ്റാണ് ഒന്നാമത്തെ റാങ്ക് ലിസ്റ്റ്. രണ്ടാമത്തത് BSc പെർഫ്യൂഷൻ ടെക്നോളജി, BCVT ആൻഡ് BPT. ഈ കോഴ്സുകൾക്ക് വേണ്ടി മറ്റൊരു റാങ്ക് ലിസ്റ്റും. മൂന്നാമത്തത് BASLP കോഴ്സിന് വേണ്ടി മറ്റൊരു റാങ്ക് ലിസ്റ്റുമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BOT ഇതിനു വേണ്ടി 4ാമത്തെ ഒരു റാങ്ക് ലിസ്റ്റും പ്രിപ്പയർ ചെയ്യപ്പെടും. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത് അപേക്ഷിച്ച എല്ലാ കാൻഡിഡേറ്റ്സും വെബ്സൈറ്റ് www.lbscenter.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നിരന്തരമായി നമ്മൾ പരിശോധിക്കണം. എന്തെങ്കിലും അറിയിപ്പ് വരുന്നുണ്ടെങ്കിൽ ആ പോർട്ടലിൽ വരുന്നതായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, രജിസ്റ്ററിങ് ഓപ്ഷൻ. അത് പിന്നീട് എപ്പോഴാണോ ഇതിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ പ്രകാരം നമ്മുടെ ഓപ്ഷൻ നിങ്ങൾക്ക്, അതായത് BSc നഴ്സിംഗ് ഏത് കോഴ്സാണ് നിങ്ങൾ, ഏത് കോളേജാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത്, അത് റാങ്ക് വൈസ് ഓപ്റ്റ് ചെയ്യേണ്ടതാണ് അടുത്ത ഘട്ടം. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ, നിങ്ങളുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, പാസ്വേഡ്, ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്, നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യേണ്ടത്. അതിനുശേഷം ഹോം പേജിൽ കാൻഡിഡേറ്റ്സ് ഹോം പേജിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സെലക്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ കഴിയും. അവിടെ രജിസ്റ്റർ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് സേവ് ഓപ്ഷൻസ് രജിസ്റ്റേർഡ് ഉണ്ട്. പിന്നീട് വ്യൂ ആൻഡ് പ്രിൻ്റ് ദ ലിസ്റ്റ് ഓഫ് ഓപ്ഷൻ രജിസ്റ്റേർഡ്. പിന്നീട് ലോഗ് ഓഫ് കാൻഡിഡേറ്റ് പോർട്ടൽ. അതായത് നമ്മളെപ്പോഴും അത് ഒരു പ്രിൻ്റ് ചെയ്യണം. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്തിട്ട് മാത്രമേ അതിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓപ്ഷൻ രജിസ്റ്റർ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അറിയാവുന്നതുപോലെ ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും. ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്തും നമുക്ക് ആഡ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് അങ്ങനെയുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ കാൻഡിഡേറ്റ്സ് വളരെ ശ്രദ്ധിച്ച്, എവിടെയാണ് ആ കോളേജ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതിൻ്റെ ഫീ എത്രയാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഫീസ് എത്രയാണ്, അവിടെ പോകാനുള്ള സൗകര്യം, ഹോസ്റ്റൽ ഫെസിലിറ്റി, ഇതൊക്കെ നോക്കി മാത്രമേ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാവുള്ളൂ. അതുപോലെ അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, റെമിറ്റൻസ് ഓഫ് ഫീസ്, അത് പിന്നീട് ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും. ഏതായാലും LBS ഇന്ന് മുതൽ അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ശ്രദ്ധാപൂർവം കഴിയുമെങ്കിൽ പ്രോസ്പെക്ടസ് ഒക്കെ ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുകയും തെറ്റുവരാതെ ഈ അപേക്ഷ മുഴുവൻ ഫിൽ ചെയ്ത് അതിന് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കുകയും പിന്നാലെ അതിൻ്റെ പ്രത്യേകിച്ച് നമ്മുടെ സൈറ്റ് എപ്പോഴും നമ്മൾ കോൺസ്റ്റൻ്റായി സൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.